പടം ഫസ്റ്റ് ഹാഫിൽ ത്രൂഔട്ട് എന്റർടൈനറാണ്. യാതൊരു ലാഗ് അങ്ങനൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ കോമഡി ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സെന്റിമെന്റ്സ് ആണ്. നിവിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. ഫസ്റ്റിന് ശേഷം നിവിൻ കോമഡി മാത്രമേ ഉണ്ടായിരുന്നു. കോമഡി എല്ലാ എലമെന്റ്സും ഉണ്ട്. കോമഡിയാണ് മെയിൻ ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ നല്ലൊരു രാഷ്ട്രീയപരമായിട്ട് മതപരമായി ഡിസ്കസ് ചെയ്യുന്ന സീരിയസ് ടോപ്പിക് ഉണ്ട്. അത് ബോർഡിക്കാൻ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഭാവി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ജനഗണമന അങ്ങനത്തെ ബോർഡായിരുന്നു. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. നല്ല എന്റർടൈനറുമാണ്. എടുത്തു പറയാൻ നിവിന്റെ ശക്തമായി തിരിച്ചുവരവാണ്. നിവിന്റെ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരികയാണ്. മലയാളി ഫ്രം ഇന്ത്യ പടം ഒരു കംപ്ലീറ്റ് കോമഡി എന്റർടൈനർ രീതിയിൽ. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ധ്യാനിന്റെ നിവിന്റെ കോമ്പിനേഷൻ ഒക്കെ നല്ല രീതിയിൽ കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോ നിവിൻ പോളി മാത്രമായിട്ട് ഒതുങ്ങി. അതായത് ആടുജീവിതത്തിൽ എങ്ങനെ നമ്മൾ കണ്ടു, അതേപോലെ തന്നെ മരുഭൂമി പോയി പറഞ്ഞ ഒരു സീനൊക്കെ ഉണ്ട്. അവളെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് പടം ഇനി സ്ലോ ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അതായത് ഫുൾ കോമഡിയിലാണ് സെക്കൻഡ് ഹാഫ് വരുന്നത്. അതായത് മരുഭൂമിയിൽ അകപ്പെട്ടാലും എങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കാന്നുള്ള ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫ് പാടിയത്. അതുകൊണ്ട് തന്നെ പടം ഫുൾ എന്റർടൈനർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോ ഒരു മോട്ടിവേറ്റ് ചെയ്ത്, അതായത് അഗ്നിചിറുകൾ ബുക്കൊക്കെ കാട്ടി അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇല്ല, അങ്ങനെയൊന്നും പറയാം. ഇതൊരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ട് ഫീൽ ചെയ്തു. അത്ര എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പാകിസ്ഥാനിലൊക്കെ ചേർന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ അത് പടം കണ്ടാലേ മനസ്സിലുള്ളൂ എന്തിനു പോയി എങ്ങനെ പോയി എന്നൊക്കെ. പക്ഷെ പാകിസ്ഥാനിൽ ചെല്ലുമ്പോഴും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ സച്ചിന്റെ മോഹം അലവരുടെ അലമാരിയിൽ സൂക്ഷിക്കുന്ന നമുക്കൊരു കോടിത്തീർപ്പ് ഉണ്ടാവും. അതെനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി. മലയാളി ഫ്രം ഇന്ത്യ തീർച്ചയായിട്ടും നിവിൻ പോളിന്റെ നായക നിരയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചിത്രം. അദ്ദേഹത്തിന് കൂട്ടായിട്ട് ധ്യാൻ ശ്രീനിവാസൻ നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ചിത്രം. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളെ ഒരു കോമഡിയുടെ ട്രാക്കിലൂടെ അവതരിപ്പിച്ച ഒരു ചിത്രം തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നുണ്ട്. കോമഡിയുമാണ്, അതേപോലെ സീരിയസ് വിഷയം തൊട്ടു തലോടി തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമാണ്. അനശ്വര നിവിൻ പോളി കോമ്പോ എന്ന് പറയാൻ അതൊരു ചെറിയ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഒരു വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സാഹചര്യം, അവിടെ ആ ഒരു സാഹചര്യത്തെ ഒരു തമാശയുടെ രൂപേണ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഈ ഒരു ചിത്രത്തെ എടുക്കരുത്. രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ ബോധം ഏത് പൗരനും വേണം. അതേപോലെ മതവും വേണം. എല്ലാവർക്കും മതം വേണം. ഒരിക്കലും മനുഷ്യനേക്കാൾ വലുതല്ല ഒരു മതവും ഒരു രാഷ്ട്രീയവും എന്നുകൂടി വരച്ചാൽ. മലയാളി ഫ്രം ഇന്ത്യ നമ്മുടെ ഡിജോയും ഷാരിസും ഒരുമിച്ച് വരുമ്പോ അതൊരു ബ്രാൻഡാണ്. ലൈക്ക് ഒരു വിശ്വാസമാണ് പടം മോശമാവില്ല എന്നുള്ളത്. ആ ഒരു വിശ്വാസം കാത്തു പാലിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കൂടുതലും ഇതൊരു കോമഡി പടം ഞാൻ ഷാരി പറഞ്ഞില്ല. കുറച്ച് കോമഡിയും നല്ല രീതിയിൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മോക്ക് ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് പിടിച്ചേക്കുന്നത് ഫസ്റ്റ് ഹാഫ്. ഞാൻ സെക്കൻഡ് ഹാഫ് ഒക്കെ വിചാരിച്ചു ഈ ട്രാക്ക് തന്നെ ആയിരിക്കും പോണത്. കാരണം ഡിജോയുടെ സെക്കൻഡ് ഹാഫ് എപ്പോഴും ഒരു ഫയർ എലമെന്റ് ഉണ്ടാവുമല്ലോ. ബട്ട് ഫോർ എ ചേഞ്ച് ഡിജോ ഇതിനകത്ത് അതായത് ഷാരിസും ഡിജോ കൂടി ഒരു ഇമോഷണൽ ട്രാക്കാണ് പിടിച്ചിരിക്കുന്നത്. ആ ഒരു പാകിസ്ഥാനിയും മലയാളി ഫ്രം ഇന്ത്യ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അതാണ് സെക്കൻഡ് ഹാഫ് ഫുള്ള് വരുന്നത്. നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. ആ ഇമോഷൻസ് നന്നായി വർക്ക്ഔട്ട് ആയി. ആൻഡ് ക്ലൈമാക്സ് ആകുമ്പോൾ നല്ലൊരു മെസ്സേജ്, പഠിത്തത്തിനെ പറ്റിയുള്ള മെസ്സേജ്, പ്രത്യേകിച്ച് നമ്മുടെ ഉൾനാട്ടുകൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പാകിസ്ഥാനിലൊക്കെ ലേഡീസ് പെൺകുട്ടികളെ നേരത്തെ കടിച്ചു വിടുന്ന പഠിപ്പിക്കാൻ കുറിച്ചുള്ള ആ ഒരു എലമെന്റ് നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ആദ്യം ഒരു ഇന്ത്യനെ മോക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ, പക്ഷെ ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഒരു മലയാളി എന്ന രീതിയിൽ ഒരു പ്രൗഡ് ആവുന്ന രീതിയിൽ നല്ല ചെയ്തിട്ടുണ്ട്. നിവിന്റെ പെർഫോമൻസ് നല്ലായിരുന്നു. നിവിൻ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ഇമോഷൻ ആയാലും കോമഡി ആയാലും അത് നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ബട്ട് ഡിജോ ആൻഡ് ഷാരിസ് നോട്ട് ദ ബെസ്റ്റ് വർക്ക് ഫ്രം ദം, ബട്ട് ഇറ്റ്സ് എ ഗുഡ് മൂവി. നിരാശപ്പെടുത്തില്ലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ധ്യാന്റെയും ഇതിന്റെയും കോംബോ കുറച്ചുള്ളെങ്കിലും കോമ്പിനേഷൻ നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് മൂവി. കാരണം നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഫസ്റ്റ് ട്രെയിലർ ഉണ്ടാകുമ്പോൾ നമുക്ക് ചോദിച്ചു മൊത്തം കോമഡി പടമാണ്. സെക്കൻഡ് ട്രെയിലർ വിളിച്ച് കോമഡി അല്ലേ, വേറൊരു സംഭവം ഉണ്ടല്ലോ. ആൻഡ് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു മിക്സ്ഡ് ആണ്. അതുകൊണ്ട് ഇതുകൊണ്ട് കോമഡി ഉണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. അതായത് കോമഡി എലമെന്റ് നമ്മളൊരു കാര്യം മോക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കിട്ടും എല്ലാ പാർട്ടീസിനും മോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കോമഡി രീതിയുടെ ഏതാ ഇല്ല അങ്ങനെ ഇതില്ല. കാരണം ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ള പ്രശ്നം വരുന്നത് എല്ലാവർക്കും ഈക്വലി കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ പ്രശ്നം വരുന്നില്ല. മൂവി ഈസ് ഗുഡ്. ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്.
നമ്മളെ ഒരു ബട്ട് എനിക്കൊരു അവരുടെ പ്രീവിയസ് മൂവി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു കമ്പയർ ചെയ്തത് നോട്ട് ജനഗണമന ദിസ് ഇസ് മലയാളി ഫ്രം ഇന്ത്യ ഒരു മലയാളിയുടെ കഥ.